ഹായ് കൂട്ടുകാരെ, അപ്പം മമ്മി ആൻഡ് മീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ തിരുവോണമൊക്കെ ആകാറായില്ലേ? അപ്പോൾ പായസം എന്നുള്ളത് എല്ലാ വീട്ടിലും മസ്റ്റായിട്ടുള്ളൊരു കാര്യമായിരിക്കും അല്ലേ? അപ്പോൾ പായസം ഉണ്ടാക്കാൻ നേരത്ത് നമുക്ക് നെയ്യ് എന്തായാലും വേണം. ആ നെയ്യ് നമുക്ക് വീട്ടിലുണ്ടാക്കിയാലോ? പൊളിയായിരിക്കും അല്ലേ? ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കില്ലേ? നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സാധനം ഉപയോഗിച്ചിട്ട് എന്ത് പാചകം ചെയ്താലും ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അല്ലേ? അപ്പോൾ കടയിൽ നിന്നൊക്കെ നെയ്യ് വാങ്ങുമ്പോഴത്തേക്കും അതിലൊക്കെ അത്യാവശ്യം കെമിക്കൽസൊക്കെ ആഡ് ചെയ്തിട്ടായിരിക്കും നമുക്ക് കടയിൽ നിന്ന് കിട്ടുക. ആ നെയ്യ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുക. അതും വളരെ എളുപ്പം എന്നൊന്നും പറയുന്നില്ല, എന്നാലും ചെറിയ രീതിയിൽ കുറച്ച് കഷ്ടപ്പെട്ടിട്ടായാലും നല്ല നെയ്യ് നമുക്ക് വീട്ടിലുണ്ടാക്കി കിട്ടുമ്പോൾ നമുക്കൊരു പ്രത്യേക സുഖമാണല്ലോ. അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ പാൽപ്പാടയില്ലേ, പാല് തിളപ്പിച്ചിട്ട് കുറച്ച് നേരം വെച്ച് കഴിയുമ്പോഴത്തേക്കും ചൂടാറിയൊക്കെ കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ വെള്ളം ഇങ്ങനെ പാട കിട്ടുമല്ലോ. അപ്പം ആ പാടി എടുത്തിട്ട് ഇതുപോലെ സൂക്ഷിച്ച് വെച്ച് ഒരു ഡെപ്പിക്കകത്ത്, എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഡെപ്പിക്കകത്ത് ഇതുപോലെ ഒന്ന് സൂക്ഷിച്ച് വെച്ച് ഒരു 3-4 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ 2 മാസം, നമുക്കിവിടെ പാലിൻ്റെ ആ പാട കിട്ടുന്നതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട്. ഇനിയിപ്പോൾ നമ്മൾ 1 മാസമാണ് സൂക്ഷിച്ച് വെച്ചോളെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ കളക്ട് ചെയ്തിട്ടുള്ള പാടയാണ് കേട്ടോ ഈ കാണുന്നത് ഇപ്പോൾ. അപ്പോൾ ഇത് ഫ്രീസറിൽ വെച്ചേക്കുക. അപ്പോൾ ഇതുപോലെ കട്ടയായിട്ടിരുന്നോളും, കേടാവത്തുമില്ല കേട്ടോ. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനായി എന്ന് തോന്നുമ്പോൾ മാത്രം നമ്മൾ നെയ്യ് ഉണ്ടാക്കാനായിട്ട് എടുത്താൽ മതി. പാട മാത്രം കളക്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് കുറച്ച് തൈര്, ഒരു 1/2 ലിറ്റർ തൈരാണ് കേട്ടോ നമുക്കിപ്പോൾ ഇത് അടിക്കാനായിട്ട് വേണ്ടി വന്നത്. 1/2 ലിറ്റർ തൈര്, കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കുക. നമ്മൾ എടുക്കാൻ നേരത്തെ ഇതും കുറച്ചിട്ട് കൊടുക്കുക. അതിന് ശേഷം തൈരും കുറച്ചിട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളവും ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ കറക്റ്റ് അളവ് പറയാൻ പറ്റില്ല. നമ്മൾ അടിക്കാനായിട്ട് എടുക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് നമ്മൾ ഒന്ന് ഇട്ട് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ അങ്ങനെ അടിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കിതാ ഇതുപോലെ ഇങ്ങനെ വെണ്ണ, ഇതിൻ്റെ പേര് വെണ്ണ എന്നാണ് പറയുന്നത്, വെണ്ണയായിട്ട് നമുക്ക് കിട്ടും. ഇങ്ങനെ അടിക്കുമ്പോഴത്തേക്കും ആ മേളിൽ ഇങ്ങനെ പതിഞ്ഞിങ്ങനെ പൊന്തി വരെ അടിച്ച് കഴിയുമ്പോഴത്തേക്കും ആ പൊന്തി നിൽക്കുന്ന ആ ഇത് എടുത്ത് കളക്ട് ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അത് വെള്ളത്തിലേക്കാണ് നമ്മൾ കോരിയിടുന്നത്. ഒരു പാത്രത്തിൽ നിറച്ച് വെള്ളം എടുത്ത് വെക്കുക. ആ വെള്ളത്തിലേക്ക് ആ പൊന്തി നിൽക്കുന്ന വെണ്ണ ഇതുപോലെ ഒന്ന് കോരി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത് വെണ്ണ ആയതുകൊണ്ട് തന്നെ അതിൽ അഴുക്ക് കംപ്ലീറ്റ് ആ വെള്ളത്തിൻ്റെ അടിയിലേക്കും പൊക്കോളും. വെണ്ണ ഇങ്ങനെ വെള്ളത്തിൻ്റെ മേലെ പൊങ്ങി കിടക്കുകയും ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ. ഇനി ഇത് നമ്മൾ വീണ്ടും 1-2 വട്ടോടെ വീണ്ടും ഇതിൻ്റെ ഈ വെള്ളത്തിൽ നിന്ന് കഴുകിയിട്ട് വേറൊരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം വീണ്ടും ഒന്നോടെ ജസ്റ്റ് ഒന്ന് ഇതിന് മേളിൽ നിന്ന് എടുത്തിട്ട് വേറൊരു വെള്ളത്തിലോടെ ഇട്ട് 1-2 തവണ ഒന്ന് കഴുകിയെടുക്കുക കേട്ടോ. അപ്പോൾ അത് നമ്മൾ കൈയിട്ടല്ല കഴുകുന്നത്, ജസ്റ്റ് ഒരു സ്പൂൺ കൊണ്ട് ജസ്റ്റ് മേളിൽ നിന്ന് ഇങ്ങനെ കോരി എടുത്ത് മാറ്റുകയാണ് കേട്ടോ ചെയ്യുന്നത്. അല്ലാണ്ട് കൈയിട്ടിങ്ങനെ സാധാരണ നമ്മൾ കഴുകുന്ന പോലെ ഒന്നും കഴുകാൻ നിൽക്കണ്ട. വെള്ളത്തിൻ്റെ മേളിലേക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഇടുക. അതിന് ശേഷം സ്പൂൺ ഉപയോഗിച്ച് തന്നെ മേളിൽ നിന്ന് ഒന്ന് കോരി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന വെണ്ണയുണ്ടല്ലോ, വെണ്ണ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ലോ ആൻഡ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഹീറ്റ് ചെയ്തെടുക്കുകയാണ് അടുത്ത പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ചടങ്ങെന്ന് പറയുന്നത്. ഈ 2 കാര്യമാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് വരുന്ന മെയിൻ സ്റ്റെപ്പുകൾ. ഇത് കണ്ടോ. ഇപ്പം ഞാൻ ഗ്യാസ് ടോപ്പിൽ വെച്ചിട്ട് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ഒന്ന് ചൂടാക്കി എടുക്കുന്നത്. ഇനി ഇത് നമുക്കിവിടെ കട്ടൻ ചായ ഇല്ലേ, കട്ടൻ ചായയുടെ കളറാകുന്നിടം വരെ നമ്മൾ ഈ ഗ്യാസ് അടുപ്പത്ത് വെച്ച് ഇങ്ങനെ ഇളക്കി ഇത് പറ്റിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ പറ്റിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കിതാ ഇതുപോലത്തെ നല്ല അടിപൊളി നെയ്യ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ആ കട്ടൻ ചായയുടെ കളർ എന്ന് പറഞ്ഞില്ല, അത് മാത്രം അതിൻ്റെ വീഡിയോ മാത്രം എനിക്ക് മിസ്സായി പോയി. അതുകൊണ്ട് കട്ടൻ ചായയുടെ ആ കളറില്ലേ, നല്ല കടുപ്പത്തിലുള്ള ആ ഒരു കളറാകുന്നിടം വരെ നമ്മൾ പറ്റിച്ചെടുക്കണം കേട്ടോ. അതിന് ശേഷം ഇതിങ്ങനെ അതിൻ്റെ മട്ട് പോലെ ഊറി കിടക്കുന്ന ഇതൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒഴിച്ചെടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ നല്ല പ്യുവർ നെയ്യ് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ പായസം ഉണ്ടാക്കുമ്പോൾ ആ പായസത്തിൻ്റെ ടേസ്റ്റ് ഒരു വല്ലാത്ത ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും ഈ ഓണത്തിന് പറ്റാത്തവർ അടുത്ത ഓണത്തിനെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ പായസം ഉണ്ടാക്കുമ്പോൾ ഈ നെയ്യ് ഉപയോഗിച്ച് ഉണ്ടാക്കി നോക്കാനും ശ്രദ്ധിക്കുക. അതുപോലെ പിള്ളേർക്ക് ചപ്പാത്തി, ദോശ ഇതൊക്കെ ചുട്ടു കൊടുക്കുമ്പോൾ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും. മായമൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇതിങ്ങനെ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൻ്റെ അകത്ത് ഫ്രിഡ്ജിൻ്റെ അകത്ത് വേണമെങ്കിൽ സൂക്ഷിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ബൈ.